بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നിർവഹിക്കാൻ ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുന്നതോടൊപ്പം ജീവിതത്തിൽ നിന്ന് വെടിയാൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ വളരെ ഗൗരവപൂർവമായ ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മുഅ്മിനീങ്ങളോട് ആവശ്യപ്പെടുന്ന, ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തുൽ ഹശറിൻ്റെ 18-ാമത്തെ വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ആയത്ത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കർമ്മങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു നിങ്ങളുടെ റബ്ബ്. എന്താ പ്രിയപ്പെട്ടവരെ? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വിവക്ഷ എന്താണ്? ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളൊന്ന് തൂക്കി നോക്കണം. വസിനു ഖബ്ല അൻ തൂസനു, നിങ്ങളുടെ കർമ്മങ്ങൾ റഹ്മാനായ റബ്ബിന്റെ മീസാനിൽ വെച്ച് അളന്ന് തൂക്കി നോക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കർമ്മങ്ങളൊന്ന് നിങ്ങൾ തൂക്കി നോക്കുക. എന്താണ് നാളെ അമല് സാലിഹാത്തായിട്ട് നിങ്ങൾ മടങ്ങിച്ചെല്ലാനുള്ള ആ ഗേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി സമാഹരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിൻ്റെ ഒരു വിവക്ഷ എന്നുള്ളത്. ഇനി നമ്മൾ നമ്മോടാണ് ചോദിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ ഇത്ര കാലം ആയുസ് നൽകിയിട്ട് നാളെ പാരത്രിക ലോകത്തേക്ക് പടച്ച റബ്ബേ, ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഒന്നുമില്ലാതെ 40 വർഷവും 50 വർഷവും പ്രവാസ ലോകത്തും മറ്റു ഇതര ജോലികളിലും സാമ്പത്തിക വ്യവസ്ഥകളെ തേടിക്കൊണ്ടുള്ള അലയലുകളുമായി ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചിട്ടുണ്ട്. അതിനപ്പുറം എൻ്റെ പടച്ച റബ്ബിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ എൻ്റെ റബ്ബ് ഓരോരുത്തരുടെ മുന്നിൽ വന്നും നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കുകയും ചോദിക്കുകയും ചെയ്യുമല്ലോ. അവിടേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ പക്കൽ നിന്ന് കടന്നു വരണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അറിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സ്വഹാബിയുടെ പ്രത്യേകതകൾ?
എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സ്വഹാബിയുടെ മഹത്വങ്ങൾ അല്ലേ? അഹ്ലു സുഫയിൽപ്പെട്ട വ്യക്തിയായിരുന്നു, പട്ടിണി പാവമായിരുന്നു. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അല്ലേ സഹവസിക്കാൻ 24 മണിക്കൂറും ചെലവഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്ന സ്വഹാബി വ്യക്തിത്വം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചത് യാ അബൂ ഹുറൈറ. ഒരു കുഞ്ഞു പൂച്ച എപ്പോഴും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലുണ്ടാകുമായിരുന്നു. ഹിറത്തെ എന്നാണ് അറബിയിലെ പൂച്ചക്ക് പറയലേ. ഹുറൈറ കുഞ്ഞു പൂച്ചയുടെ പിതാവേ എന്ന് പ്രവാചകൻ സ്നേഹത്തോടെ വിളിച്ചതാണ്. അത്രയും പ്രവാചകന്റെ സഹവാസം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. 5000 ചില്ലാന ഹദീസുകൾ നിവേദനം ചെയ്തു. പ്രവാചകനിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കേൾക്കാൻ അതേ തൻ്റെ കാത് കൂർപ്പിച്ച്, തൻ്റെ കൺകൂർപ്പിച്ച്, തൻ്റെ മനസ്സ് തുറന്ന് പ്രവാചകനോടൊപ്പം ഏത് സമയത്തും ഉണ്ടായിരുന്ന സ്വഹാബി വര്യൻ. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം കരയാണ്. എൻ്റെ മരണത്തിലേക്കുള്ള ദൂരം അടുത്തെത്തിയിട്ടുണ്ട്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് മരണസമയത്ത് അബൂ ഹുറൈറ കരയുമ്പോ, എന്തിനാണ് താങ്കൾ കരയുന്നത്? പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ട കർമ്മങ്ങൾ താങ്കളുടെ ഈ കുറഞ്ഞ ആയുസ്സിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, എന്തിനാ താങ്കൾ കരയുന്നത്? അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഞാൻ എൻ്റെ പടച്ച റബ്ബിന്റെ സന്നിധിയിലേക്ക് വേണ്ട കർമ്മങ്ങളൊന്നും എല്ലാതൊന്നും എൻ്റെ അടുത്തില്ല. അമില ഖലീലൻ, കുറച്ചു മാത്രമേ ഉള്ളൂ. എൻ്റെ പടച്ച റബ്ബിന്റെ സ്വർഗീയ ആരാമത്തിൽ വിരാജിക്കാനുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ അരികിലില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന, ആവലാതിപ്പെടുന്ന മുൻഗാമികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പേ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഓരോ മരണങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുക. ആ മരണ വാർത്തകളൊക്കെ ഞാനും നിങ്ങളും സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ. വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, മാപ്പ് കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ പ്രാർത്ഥനകൾ സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇന്ന വ്യക്തി മരണപ്പെട്ടു എന്നുള്ള ആ വാർത്ത അറിയിക്കാൻ നമ്മുടെ മൊബൈൽ ചാറ്റുകൾ എടുത്ത് മെസ്സേജുകള് ഫാമിലി ഗ്രൂപ്പുകളിലൂടെയും നാടുകളിലെ ഗ്രൂപ്പുകളിലൂടെയും അയച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ മരണ വാർത്തയാകും അത്തരത്തിൽ മറ്റു പലരും അയക്കുക, മറ്റു പലരും സ്റ്റാറ്റസ് ആക്കുക, മറ്റു പലരും ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ നന്മകളോ അതല്ല എങ്കിൽ നമ്മുടെ ജീവിത കാലയളവിൽ നാം നേടിയെടുത്ത കാര്യങ്ങളോ എടുത്തു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് എഴുതുക. പ്രിയപ്പെട്ടവരെ, ആ മരണം എപ്പോഴാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. മുൻഗാമികൾ കരഞ്ഞിരുന്നത് മരണസമയത്ത് തൻ്റെ കുടുംബത്തെ ഒറ്റക്കാക്കി പോകണമല്ലോ, എൻ്റെ പൈതങ്ങൾ പിച്ച വെച്ച് നടക്കുന്നേ ഉള്ളൂ, അവർക്ക് വേണ്ട വീട് കെട്ടിയിട്ടില്ല, അവരുടെ പേരിൽ FD ഇട്ടിട്ടില്ല, അവരുടെ പേരിൽ ബാങ്ക് ബാലൻസ് ഇല്ല, അവരെ നല്ലൊരു നിലയിലായിട്ടില്ലല്ലോ എന്നുള്ളതിൻ്റെ പേരിലല്ല. അതൊക്കെ എങ്ങനെയൊക്കെ നടക്കും. നമ്മുടെയൊക്കെ കൂട്ടത്തിലെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ മക്കളാരും പട്ടിണി കടന്നിട്ടില്ല. അവരുടെ ഭാര്യമാരെ ഒരുപാട് കാലം വേദനിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. സഹായിക്കാനും എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും എല്ലാവരും മുമ്പിലുണ്ടാവലുണ്ട്. പടച്ചോന്റെ കോടതിയിൽ പോയി ആ വിചാരണയുടെ നാളിൽ പോയാൽ പ്രിയപ്പെട്ടവരെ, അന്ന് നമുക്ക് സഹായിക്കാരുണ്ടാവില്ല. വലാ തസിറു വാസിറ, ആരും ആരുടെയും പാപഭാരങ്ങൾ വഹിക്കില്ല. നഫ്സി നഫ്സി നഫ്സിയ, സ്വന്തം ശരീരത്തിന്റെ കാര്യം ആലോചിച്ച് മാത്രം വേവലാതിപ്പെടുന്ന ആ ദിനങ്ങൾ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി, എല്ലാവരും ഓടിയൊളിക്കുന്ന, എല്ലാവരും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ജീവിതത്തിന്റെ നാളെയുടെ അവസ്ഥയെ ആലോചിച്ച് വേവലാതിപ്പെടുന്ന സമയം ആരും ആരുടെയും കാര്യം നോക്കൂല. നാളെ പരലോകത്തിന് വേണ്ടി നമ്മൾ എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. എല്ലാ രംഗത്തും ഗൾഫിൽ പോകുന്ന പ്രവാസികള് നല്ലൊരു വീട് വെക്കണം. ജോലിക്ക് വേണ്ടി ത്യാഗപൂർണമായ സമയം ചെലവഴിക്കുന്ന യുവാക്കളും ഒരുപാട് ഉപ്പമാരും സഹോദരങ്ങളും എല്ലാം ഉണ്ട്.
എന്തേ? എൻ്റെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, നാളെ ഞാൻ നല്ല രീതിയിൽ സ്വർഗത്തിൽ വിരാജിക്കണം, എൻ്റെ കുടുംബം സ്വർഗത്തിൽ വിരാജിക്കണം, എൻ്റെ മക്കൾ സ്വർഗത്തിൽ വിരാജിക്കണം, സന്തോഷത്തോടു കൂടി എന്ന ഒരു ചിന്തയാണ് നമുക്കൊന്നാമതായി ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നീ നാളെ എന്ത് സമ്പാദിക്കുമെന്ന് നിനക്കറിയില്ലടോ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, നീ നാളെ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് നിനക്കറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനുമാകുന്നു എന്ന് പടച്ച റബ്ബ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര അറൂസുകളാണ്, എത്രയെത്ര പുതിയെണ്ണുകളാണ്, എത്രയെത്ര പുതിയാപ്പിളകളാണ് ജീവിതം ആഗ്രഹിച്ച് കൊതിച്ചുകൊണ്ട് ഖബറിന്റെ 6 അടി മണ്ണിലേക്ക് യാത്ര തിരിച്ചത്. എത്രയെത്ര ഉപ്പമാരാണ്, എത്രയെത്ര മക്കളാണ്, എത്രയെത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ നാളെയുടെ ജീവിതം ആഗ്രഹിച്ച് 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 6 അടി മണ്ണിലെ കുറ്റിച്ചടികളാൽ നിബിഡമായ ഖബർസ്ഥാനിലേക്ക് അവരെ മറമാടപ്പെട്ടത്. എത്രയെത്ര ആളുകളാണ്. വല്ല സംശയമുണ്ടോ? ഇന്ന് ഒരു കുഴപ്പമില്ലാതെ പോയവർ അടുത്ത സെക്കൻഡിൽ മരണമടയുകയാണ് അല്ലേ? നമ്മുടെ ഇന്നലെ മണ്ണാർക്കാട് കല്ലടിക്കോട് പനയംപാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന വലിയൊരു അപകടം. ആ 4 മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ? വ്യത്യസ്ത ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ ആ വാർത്തകളെ അവരെ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ കുട്ടികളെ തൊട്ടു മുന്നേയുള്ള സമയങ്ങളിൽ നടന്നുപോയ CCTV ഫുട്ടേജ് അടക്കം പ്രിയപ്പെട്ടവരെ ആ വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട്. കളിച്ച് ചിരിച്ച് തമാശകൾ പറഞ്ഞ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിക്കണം, രസിക്കണം, കളിക്കണം, അങ്ങനെയുള്ള ഒരുപാട് ചിന്തയായി പോകുന്ന ആ പിഞ്ചോമനകളുടെ മുകളിലേക്കാണ് ഒരു തരി പോലും പ്രതീക്ഷിക്കാതെ ആ ലോറി മറിഞ്ഞ് മരണമടഞ്ഞത്. എത്രയെത്ര വാർത്തകളാണ്. ഇതേപോലെയുള്ളൊരവസ്ഥ നമുക്കൊന്നും വരില്ല എന്ന് ഒരുറപ്പുമില്ല. യാ അബ്ദല്ലാ അൽയൗമ തസൂറുൽ ഖുബൂർ, ഏ അല്ലാഹുവിൻ്റെ അടിമയെ, അതെ ഇന്ന് നീ ഖബറുകൾ സന്ദർശിക്കുന്നു. എത്രയെത്ര ജനാസകളുടെ പിറകിൽ ഞാനും നിങ്ങളും പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയെത്ര മയ്യത്തുകളെ മുന്നിൽ കിടത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മുദ്ഖലഹു എന്ന മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയെത്ര ഖബറിന്റെ അരികിലേക്ക് പോയിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. എത്രയെത്ര മയ്യത്തിന്റെ ശരീരത്തിലേക്ക് മണ്ണുകൾ വാരിയിട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതേ പണ്ഡിതന്മാർ കൃത്യമായി പറയുകയാണ്, നാളെ എന്നുള്ളത് ആ ഖബറിൽ നീ സന്ദർശിക്കാനാണ് ഇന്ന് പോയതെങ്കിൽ നാളെ നീ അവിടെ താമസിക്കേണ്ടവനാ, നാളെ നീ അവിടെ കിടക്കേണ്ടവനാ, നാളെ നീ അവിടെ താമസിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടേണ്ടവനാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അതല്ലേ പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യം? അതല്ലേ പ്രിയപ്പെട്ടവരെ സത്യസന്ധത? മഹാനായ സ്വഹാബി വര്യൻ നിവേദനം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇദാ ഖല്ലല്ലാഹു ലിഅബ്ദിൻ, ഒരടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇദാ ഖല്ലല്ലാഹു ലിഅബ്ദിൻ യമൂത ബിഅർളിൻ, അതേ ഒരു നാട്ടിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവൻ എടുക്കുവാൻ, അവന്റെ റൂഹ് പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ, അവനിതാ അവിടെ ഒരു ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നതാണ്. ഔ ഖാല ബിഹാ ഹാജ, അവിടെ അവനൊരു ആവശ്യം ഉണ്ടാകുന്നതാണ്. എത്ര യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇതുവരെ അങ്ങോട്ട് പോകാത്തവര് ആ സമയത്ത് അങ്ങോട്ട് പോകുന്നു, അവിടെ വെച്ച് ആക്സിഡന്റ് ആകുന്നു. ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, ഇന്നാണ് ആ കുട്ടി അങ്ങോട്ട് പോയത്. നല്ല നീന്തലറിയുന്ന മോനാണ്, നല്ല ഈ രംഗത്ത് പ്രാവീണ്യം ലഭിച്ച വ്യക്തിയാണ്. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. എത്രയെത്ര വാർത്തകള്, എത്രയെത്ര സംസാരങ്ങള് നമ്മുടെ ചുണ്ടുകൾ അനങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ ഇന്ന സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണമെന്ന്, റൂഹ് പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ, അതേ അവനൊരു ഹാജത്ത്, അവനൊരു ആവശ്യം അവിടെ ഉണ്ടാക്കുന്നതാണ്.
നമ്മളൊന്നും തീരുമാനിക്കില്ല. നമ്മൾ പോണ സമയത്താവും, കല്യാണത്തിന് പോകുമ്പോഴാകും, ഹോസ്പിറ്റലിൽ പോകുമ്പോഴാകും, അല്ലേ, വിരുന്ന് പോകുമ്പോഴാകും, സുഹൃത്തുക്കളുമായി ടൂറ് പോകുമ്പോഴാകും. എപ്പോഴാണ് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ, അല്ലേ, അവൻ്റെ അജല്, അവൻ്റെ അമല്, അവൻ്റെ മരണപ്പെടുന്ന സമയം റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കറിയൂല, നമ്മളിപ്പോൾ മരിക്കോ നിക്കറിയില്ല. നമ്മളാരെങ്കിലും ഈ പള്ളിയുടെ കവാടം ഇറങ്ങി പുറത്തേക്ക് നമ്മുടെ സ്വകേയങ്ങളിലേക്ക് പോകാൻ കഴിയുമോ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ല. മലക്കുൽ മൗത്ത് ഇങ്ങനെ കൃത്യ ടൈമില് അലസതയില്ലാതെ മടിയില്ലാതെ കൃത്യസമയം നോക്കി നിൽക്കുന്നുണ്ട്. റബ്ബ് പറഞ്ഞ ആ സമയത്തിൽ കൃത്യത വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മുടെ റൂഹ് പിടിക്കുക തന്നെ ചെയ്യും. പിടിച്ചാൽ നാളെ നമ്മുടെ ഭാര്യ കരഞ്ഞതുകൊണ്ടോ മക്കൾ സങ്കടപ്പെട്ടതുകൊണ്ടോ നമുക്ക് സ്വർഗം കിട്ടണമെന്നില്ല. നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകണം. അതിലൊന്നാമത്തത് നമ്മൾ അശ്രദ്ധ വെടിയുക എന്നുള്ളതാ. ജീവിതം ഇങ്ങനെ കഴിച്ചു കൂട്ടുക. നമുക്ക് വലിയ ബോധമൊന്നുമില്ല. ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതവും പുലരിയും നമ്മിലേക്ക് കടന്നു വരുന്നു. ഓരോ അസ്തമയവും നമുക്ക് ടാറ്റ പറഞ്ഞു കൊണ്ടുപോകുന്നതിനിടയിൽ എന്താണ് നമ്മുടെ ജീവിതത്തിലുണ്ടായത്? മുൻഗാമികൾ കരയുമായിരുന്നു പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ സങ്കടപ്പെടുമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഇന്നെൻ്റെ കിടക്കപ്പായിൽ നിന്ന് എണീച്ച് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് വരെ പുതുതായൊരു കർമ്മം പോലും എനിക്കെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന മുൻഗാമികളുടെ ജീവിത ചരിത്രങ്ങൾ അയവർക്കുമ്പോഴാണ് നമുക്ക് ബോധ്യമുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ദർഹും യഅകുലൂൻ വയതമത്തഊൻ. നബിയെ, അവരെ വിട്ടേക്ക് നബിയെ. മുശ്രിക്കീങ്ങളെ പറ്റി പറഞ്ഞതാ, കുഫാറുകളെ പറ്റി പറഞ്ഞതാ. അവരാസ്വദിക്കുകയാണ്, അവർ തിന്നും കുടിച്ചും രമിച്ചും രസിച്ചും ജീവിക്കുകയാണ്. അവർക്ക് മരണത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല നബിയെ എന്ന് പറയാ. പ്രിയപ്പെട്ടവരെ, അശ്രദ്ധ എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ സുന്ദരമായ പരലോക ജീവിതത്തിൻ്റെ സ്വർഗീയ ആരാമത്തെ നഷ്ടപ്പെടുത്തി കളയും. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, ഇബാദത്തുകളുടെ വിഷയത്തിൽ, ദിക്റുകളുടെ വിഷയത്തിൽ, സ്വലാത്തുകളുടെ വിഷയത്തിൽ, ദുആകളുടെ വിഷയത്തിൽ, തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന വിഷയത്തിൽ എല്ലാത്തിലും നമുക്ക് അശ്രദ്ധയാ. ആ ശ്രദ്ധ എന്നുള്ളത് നമ്മെ കൊണ്ടെത്തിക്കുക നാളെ ഭയാനകമായ ഘോരമായ നരകത്തിലേക്കായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖാനുഭൂതികളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ സദാ ആലോചിച്ചോ. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. വനഅമത്തിൻ കാനൂ. എത്രയെത്ര അനുഗ്രഹങ്ങളാണ്, എത്രയെത്ര പാർപ്പിടങ്ങളും സ്വഗേഹങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അക്സിറു ദിക്ർ. നിങ്ങൾ ധാരാളം ധാരാളം ആലോചിച്ചോ. ഹാദിമിൽ ലദ്ദാത്ത്. അതെ, നിങ്ങളുടെ സുഖാനുഭൂതികളെ മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച്. അതേതാ സുഖാനുഭൂതികളെ മുറിച്ചു കളയുന്നത്? അത് മരണമാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തരുമ്പോൾ മരണമെന്നുള്ളത് ഒരു ഉപദേശ. പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി ആളുകളുടെ മരണം നമ്മളെ മുന്നിലിങ്ങനെ കാണ്ട് പ്രായഭേദമന്യേ, അല്ലേ, പ്രായത്തിന് ഒന്നിനും മരണത്തിന് യാതൊരുവിധ കണക്കൊന്നുമില്ല. പ്രായമായവരെ മരിക്കൂ, അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം. ആ മരണപ്പെട്ടതിന് ശേഷം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. എല്ലാ നഫ്സും മരണം ആസ്വദിക്കും. ആ മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്നവരുണ്ടാകുന്ന 3 ഗുണങ്ങൾ. ഒന്ന്, ബിത്തഅജീലി തൗബ. അവൻ്റെ പശ്ചാത്താപം വേഗത്തിലാക്കുമെന്നുള്ളതാ. കാരണം എപ്പോഴാ മരിക്കാന്നറിയില്ലല്ലോ. സദാ അവൻ തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിക്കും. അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം. കേവല നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ ചൊല്ലി, ആർക്കോ വേണ്ടി ചൊല്ലി യാത്ര പോകുന്നവരാ നമ്മൾ. മനസ്സറിഞ്ഞ് ചൊല്ലാൻ നമുക്ക് കേട്ടിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, പ്രച്ചനെ പുറത്തു തരണേന്നാ. മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, അല്ലാഹുവിനോട് നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനയല്ലേ പ്രിയ
പ്രിയപ്പെട്ടവരെ, എൻ്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും രഹസ്യമായതും പരസ്യമായതുമായ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന റബ്ബേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ. മനസ്സറിഞ്ഞ് ചൊല്ലാൻ നമുക്ക് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കേവലം ചെല്ലുണ്ട് അല്ലേ, ഇങ്ങനെ കേവലം ചെല്ലുണ്ട്. പഠിച്ചോന് എൻ്റെ പാപങ്ങൾ പുറത്തിട്ട് എനിക്ക് സ്വർഗം തരണേ എന്ന ആ ഉത്തമമായ ബോധം. അതുപോലെ തന്നെ കനാഅത്ത് ഉണ്ടാവും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ. അത് പിടിക്കണം, ഇത് വെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, അവിടെ സ്വതക്ക കൊടുക്കാൻ സമയം ഉണ്ടാവില്ല, അവിടെ സക്കാത്ത് കൊടുക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു വേദന. എന്തേ? ഇന്ന കാര്യത്തിന് ഉണ്ടാവില്ലല്ലോ, സ്വതക്ക കൊടുത്ത ഇന്ന കാര്യത്തിന് തികയൂലല്ലോ. കനാഅത്തില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ അത് ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. ആർക്ക്? മരണത്തെക്കുറിച്ച് സദാ ഓർക്കുന്നവർക്ക്. അതെ, ആരാധന കർമ്മങ്ങളിലുള്ള ഒരു ഉണർവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചതാ, പ്രവാചകരെ, ഏറ്റവും ലളിതമായ ഏറ്റവും സുന്ദരമായ ഒരു കർമ്മം എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ നമസ്കരിക്കുമ്പോൾ ഇത് നിന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന ബോധ്യത്തോടുകൂടി നീ നമസ്കരിക്കല്ലേ. എന്ത് സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ തലറക്കാൻ വേണ്ടി പിറകിലൊരു പട്ടാളം വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ഇതെന്റെ അവസാനത്തെ നമസ്കാരമാ. പരലോകത്തെ കുറിച്ച് ചിന്തയുള്ളവന്, നരകത്തെ കുറിച്ച് ചിന്തയുള്ളവന്, സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ കുറിച്ച് ആലോചനയുള്ളവന് എന്ത് സുന്ദരമായി നമസ്കരിക്കാൻ കഴിയും. നമുക്ക് ആ ബോധ്യമില്ലാത്തത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാ മരണം നമ്മുടെ പിറകിൽ തന്നെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് എന്നല്ലേ അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എത്ര സുന്ദരമായ, എത്ര ലളിതമായ ഉദാഹരണമാണ്. ചെരുപ്പിന്റെ വാറ് എന്നുള്ളത് മനുഷ്യ ശരീരത്തിന്റെ ആ ഒരു കാലുമായി എത്ര ഗാഢമായ ബന്ധമാണ് വെച്ച് പുലർത്തുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അധ്യാപനം എന്നുള്ളത്. ഇനിയോ വമൻ നസിയൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവൻ, മരണത്തെ മറന്നവൻ അല്ലേ. തിന്മകൾ ചെയ്യുമ്പോൾ, വൃത്തികേടുകൾ ചെയ്യുമ്പോൾ, മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ, വസ്ത്രം ഇസ്ലാമിക മാനത്തിനനുസരിച്ച് ധരിക്കാത്തപ്പോൾ, ആരാധനകളിൽ അള്ളാഹുവിന് പങ്കു ചേർക്കുമ്പോൾ, ബിദ്അത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അവന്റെ മരണത്തെക്കുറിച്ച് ചിന്തയില്ല. അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ കൊണ്ട് ദുനിയാവിൽ തന്നെ ശിക്ഷിക്കും പ്രിയപ്പെട്ടവരെ. ഒന്ന്, ബിത്തസ്വീഫി തൗബ, തൗബ ഇങ്ങനെ നീട്ടിവെക്കും. നാളെയാകാം അല്ലേ, നാളെ നീളെ എന്ന് നമ്മൾ പറയുമല്ലോ. തൗബ ഇങ്ങനെ നീട്ടിവെക്കും. നാളെയാകാം, മറ്റന്നാളാകാം, ഇനിയും സമയമുണ്ടല്ലോ. റഹ്മാനായ റബ്ബിനോടൊരു തൃപ്തിയുമില്ലാത്തൊരവസ്ഥ. എന്ത് തന്നാലും, എന്തൊക്കെ കിട്ടിയാലും, എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവന് പ്രത്യേകിച്ച് ഒരു കൂസലുണ്ടാകൂല. ആരാധന കർമ്മങ്ങളിലെ ഒരു മടിയായിരിക്കും. അതാണല്ലോ പ്രിയപ്പെട്ടവരെ മുനാഫിക്കീങ്ങളുടെ നമസ്കാരത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ, വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, അവര് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ ഉദയാസീനന്മാരായിട്ടാണ്, മടിയന്മാരായിട്ടാണ് അവർ നമസ്കരിക്കുക. എല്ലാ ഇബാദത്തിലും ഒരു മടിയമാണോ? വേണ്ടേ? കിട്ടോ കിട്ടില്ലേ? അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാകും. മരണത്തെക്കുറിച്ച് ചിന്ത ഇല്ലാത്തവന് നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യത്തെ 3 എണ്ണത്തിലാണോ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അതല്ല രണ്ടാമത് പറഞ്ഞ 3 എണ്ണത്തിലാണോ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം പോകുന്നത്. മാറാൻ, ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ മണിക്കൂറുകളോ ദിവസങ്ങളോ ഇല്ല, സെക്കൻഡുകൾ മാത്രമാണ്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, അൽയൗമു അല്ലേ അദ്ദുനിയ സലാസത്തു അയ്യാം, ദുനിയാവ് എന്നുള്ളത് വെറും 3 ദിവസമാണോ. ഒന്ന് ഇന്നലെയാണ്, അത് കഴിഞ്ഞു പോയിട്ട്. ഒന്ന് ഇന്നാണ് അൽയൗമുലക്ക്, ഇന്നാണ് നീ ജീവിച്ചിരിക്കുന്ന, നീ ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഈ കറന്റ് ടൈം ഉണ്ടല്ലോ, അത് മാത്രമാണ് നിനക്കുള്ളത്. നാളെ എന്നുള്ളത് അത് നീ കണ്ടുമുട്ടുമെന്നോ, അതിനെ നീ കണ്ടുമുട്ടുമോ എന്നോ ഒരു ഉറപ്പും എനിക്കില്ല. പിന്നെ ഏതാ നിനക്കുള്ളത്? ഇപ്പോൾ നാം കാണുന്ന, ഇപ്പോൾ നാം കേൾക്കുന്ന, ഇപ്പോൾ നാം മനസ്സിലാക്കുന്ന ഈ സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ റബ്ബിന് വേണ്ടി
അമൽ, ആരാധന കർമ്മങ്ങൾ കൊണ്ട് പുളകിതമായിക്കോ എന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിതം സുന്ദരമാക്കാൻ ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നൊരു വ്യക്തി ചോദിച്ചല്ലോ, അതേ റസൂലേ, ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ? പ്രവാചകരെ, ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ? നമ്മുടെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈക ഹുമുൽ അകിയാസ്. അതേ, മരണത്തെക്കുറിച്ച് ധാരാളം ഓർത്തുകൊണ്ട് നാളെയുടെ പാരത്രിക ലോകത്തേക്ക് വേണ്ട വിഭവങ്ങൾ അതേ ഉണ്ടാക്കുന്നവരാണ്, സ്വരൂപിക്കുന്നവരാണ് നിങ്ങളിലെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാനെന്ന് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി തരുമ്പോൾ, ഇബാദത്തുകൾ കൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെടുന്ന സമയത്ത് മുഅ്മിനായി മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ മരണം കൈവരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണമെന്നുള്ളത് നമുക്കുള്ള ഉപദേശകനാണ്. ഏത് സമയത്താണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് മരണം നമ്മെ പിടികൂടുക എന്ന് നമുക്കറിയില്ല. മരണമെന്ന് ക്ഷണിക്കാതെ നമ്മിലേക്ക് കടന്നു വരുന്ന അതിഥിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. മരണചിന്ത നമുക്കെപ്പോഴും ഓർക്കുവാൻ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഖബർ സന്ദർശനം നിരോധിച്ചിരുന്നു, പിന്നീട് നിങ്ങൾ ഫസൂറുഹ, ഖബർ സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, അത് നിങ്ങളുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ കാര്യം കൂടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരിക്കലും ദുനിയാവിൻ്റെ മക്കളായി മാറാൻ പാടില്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തുകയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങളെല്ലാവരും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകണേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയ, അതെ, ദുനിയാവിൻ്റെ മക്കളാകാൻ പാടില്ല. ഫഇന്നൽ യൗമ അമലുൻ, ഈ സമയത്താണ് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം, ഈ സമയത്താണ് ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം. വലാ ഹിസാബുൻ വലാ ഹിസാബുൻ, അതെ, ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ, ഇന്ന് നമുക്ക് ആരുടെയും വിചാരണയില്ല. ആരും നമ്മോട് ചോദിക്കില്ല, എന്തേ നിസ്കരിക്കാതിരുന്നത്, എന്തേ നോമ്പ് നിൽക്കാതിരുന്നത്, എന്തേ സദഖ കൊടുക്കാതിരുന്നത്, എന്തേ സക്കാത്ത് കൊടുക്കാതിരുന്നത് എന്ന പേരിൽ നമുക്കൊരു ശിക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, വഗദൻ ഹിസാബുൻ, നാളെ നമുക്ക് വിചാരണയുണ്ട്, നാളെ നമുക്ക് അളന്ന് നോക്കലുകളുണ്ട്. വലാ അമലുൻ, അവിടെ നമുക്കൊരു കർമ്മം പോലും ചെയ്യാനുള്ളൊരവസരമില്ല. അല്ലേ, ഞാൻ പലപ്പോഴും പറയലുണ്ട്, സ്വർഗം എന്നുള്ളത് 100 ദറജകളാണ്, മുകളിലോട്ട് മുകളിലോട്ട് മുകളിലോട്ട്. ഈ നാട്ടിലെ ഏതെങ്കിലും നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു മേടിക്കാനുള്ളൊരു പണം നമുക്ക് കയ്യിലില്ല എങ്കിലും ഒരു ഫോൺ കോളിലൂടെ, എടാ നീ ജിപേയിലേക്ക് ഒരു 3000 രൂപയ്ക്ക് നാളെ
അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. നാളെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് തന്നെ ഇരിക്കാം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൻ്റെ വ്യത്യസ്തമായ സുന്ദരമായ ദർജകൾ കാണുമ്പോൾ അതൊന്ന് നേടാൻ ഒരു സുബ്ഹാനല്ലാഹ് മതിയാകും, അതൊന്ന് നേടാൻ ഒരു അസ്തഗ്ഫിറുല്ലാഹ് മതിയാകും, അതൊന്ന് കിട്ടാൻ, അതൊന്ന് ലഭിക്കാൻ ഒരു നമസ്കാരം മതിയാകും പ്രിയപ്പെട്ടവരെ. വലാ അമലുൻ, അന്ന് നമുക്ക് പണിയെടുക്കാനോ അന്ന് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരവസരവുമില്ല. എത്ര ആളുകളാണ് അവരുടെ മീസാനുകൾ ഒരു ദിക്റുകൾ കൊണ്ട് ഉയർന്നത്, അവരുടെ മീസാനുകൾ ഒരു അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ട് ഉയർന്നത്, അവരുടെ മീസാനുകൾ ഒരു കലിമത്ത് ത്വയ്യിബ കൊണ്ട് കനം തൂങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പവിത്രതയുണ്ട്, അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രതിഫലമുണ്ട്. ഒരു കാര്യം പോലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെയുള്ളൊരു ജീവിതം നമുക്കുണ്ടാകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മാ തറക്തു ഷൈഅൻ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഞങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്, നിർവഹിക്കാൻ കൽപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? അനസീഖ, ഞാൻ പിഴച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ട്. ആരാ? അബൂബക്കറും ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ പറഞ്ഞ വ്യക്തിയാണ്. സങ്കടപ്പെടുന്നത്, വേദനിക്കുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ. ഇന്നാരാ ഒരു മയ്യത്തിനെ ഇന്നാരാ ഒരു രോഗിയെ സന്ദർശിച്ചത്? അനയാ റസൂലല്ലാഹ്. ഇന്നാരാണ് ഒരു പാവപ്പെട്ടവനെ ഭക്ഷിപ്പിച്ചത്? അനയാ റസൂലല്ലാഹ്. ഇന്നാരാണ് ഒരു നോമ്പുകാരനുള്ളത്? അനയാ റസൂലല്ലാഹ്. എല്ലാത്തിനും ഞാനുണ്ട് എന്ന് സ്വന്തത്തെ പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേ, കർമ്മങ്ങളുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന മുൻഗാമികളെ അവരുടെ കർമ്മത്തിന്റെ വിഷയത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മടങ്ങാനുള്ള അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമുക്ക് മാറാനുള്ള അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സറിഞ്ഞു പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് കർമ്മങ്ങളിൽ പുളകിതമായൊരു ജീവിതം ജീവിച്ചാൽ അല്ലാഹു വദൂദ, അല്ലാഹു റഹ്മാന, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗഫാറാണ്. അല്ലാഹു പുറത്തു തരുന്നവനാ, ഒരു സംശയമില്ലട്ടോ. അല്ലാഹു വദൂദ, അടിമകളെ ഏറെ ഇഷ്ട. നമ്മുടെ തൗബകൾ അല്ലാഹുക്ക് അത്രയും ഇഷ്ട. എൻ്റെ അടിമകൾ തൗബ ചെയ്താൽ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അതെ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവേണ്ട എന്നാണ് റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി കർമ്മങ്ങളിൽ മുളപ്പുളകിതമായൊരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാളെ നമ്മൾ സങ്കടപ്പെടും, മരണസമയത്ത് നമ്മൾ സങ്കടപ്പെടും. റബ്ബിർജിഊൻ, അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് മടക്കി തരണം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യാതെ മാറ്റിവെച്ച കർമ്മങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവിടെ റഹ്മാനായ റബ്ബ് ആ വിളിക്ക്, ആ സങ്കടത്തിന്, ആ വേവലാതിക്ക്, ആ ആവലാതിക്ക്, ആ വിലാപങ്ങൾക്ക് ഉത്തരം നൽകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് റബ്ബ് കേൾക്കാൻ തയ്യാറാ. ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഒരു കരത്തെ പോലും വെറും കയ്യാലെ മടക്കി അയക്കുക എന്ന വിഷയത്തിൽ റബ്ബ് ലജ്ജിതനാണ് എന്നാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തത്തെ സുന്ദരമാക്കി ജീവിതത്തെ നാളെ സ്വർഗം കിട്ടുന്ന രൂപത്തിൽ ക്രമീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. അള്ളാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പിഞ്ചു പൈതങ്ങൾ മുതൽ ഞങ്ങളുടെ ഉമ്മമാർ വരെ അള്ളാഹുവേ ഖബറിടം വിശാലമാക്കണേ. അള്ളാഹ്, അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അള്ളാഹ്, മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി, മുഹ്സിനായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ. അല്ലാഹ്, ഞങ്ങളുടെ കർമ്മങ്ങളിൽ കുറവുകളോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ പരിഹരിച്ച് സ്വർഗം നൽകണേ. അല്ലാഹ്, ജീവിതത്തിലെ തിന്മകൾ ചെയ്യാതെയുള്ളൊരു ജീവിതം ജീവിക്കാനുള്ള തൗഫീക്ക് നാഥാ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ്, ഞങ്ങൾ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ദുആത്തുകൾ പലരും രോഗശയ്യയിലാണ്, പലരും ഏറെ പ്രയാസത്തിലാണ്. പെട്ടെന്നുള്ള രോഗങ്ങളും മറ്റുമൊക്കെയായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ അല്ലാഹുവേ ശിഫ നൽകണേ. അല്ലാഹ്, പൂർണ്ണാരോഗ്യം നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ്, ഞങ്ങളുടെ ഇണയിലും ഞങ്ങളുടെ സന്താനങ്ങളിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി വ യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽനാ അൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.